കൊക്കിന് ജീവനുണ്ടെങ്കിൽ സുഗതൻ പുറത്തുവില്ല എന്നാണ് ശബരിനാഥൻ പറഞ്ഞു വയ്ക്കുന്നത്. അത് ശബരിനാഥൻ്റെ മനസ്സിൽ വെച്ചാൽ മതി. കാരണം ഇവിടെ നിയമ സംവിധാനങ്ങളൊന്നും ശബരിനാഥൻ്റെ കൈവിളയിലല്ലല്ലോ. സംസ്ഥാന ഭരണ സംവിധാനം ഉപയോഗിച്ച് സുഗതനെ അകത്തിടാമെന്നുള്ള ഒരു മിഥ്യാധാരണയാണ് ശബരിനാഥൻ്റെ ആ വാക്കുകളിലൂടെ വന്നത്. സുഗതൻ്റെ കാപ്പ നിലനിൽക്കുന്നതല്ല എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. നിയമം അറിയാവുന്നവർക്കെല്ലാം അറിയാം. LDF ഏറ്റവും വലിയ പ്രതിപക്ഷമാകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ശബരിനാഥന് സ്പേസ് കിട്ടണം. ശബരിനാഥന് സ്പേസ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു കളിയായിരുന്നു ഇന്നലത്തെ രാവിലത്തെ UDFൻ്റെ മാർച്ചും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കൗൺസിൽ ഹാളിലുണ്ടായ പ്രശ്നങ്ങൾ. ഇവിടെ ജനങ്ങൾക്കൊരു സംശയം, LDFൻ്റെ അഴിമതി ഭരണത്തിൽ അഴിമതിയിൽ UDFൻ്റെ നേതാക്കന്മാർക്കും പങ്കുണ്ടോ എന്നുള്ളതാണ്. നമസ്കാരം. ഇന്നലെ തിരുവനന്തപുരം നഗരസഭയിലെ കൗൺസിൽ യോഗത്തിൽ നാടകീയമായ സംഭവങ്ങളാണ് ഉണ്ടായത്. ഈ സംഘർഷം അതിര് കടന്നുപോയോ എന്നതുൾപ്പെടെയുള്ള ചോദ്യം നിലനിൽക്കുന്നു. ഇവിടെ BJP കൗൺസിലറായ സുഗതന്റെ രാജി ആവശ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷ കൗൺസിലർമാർ എല്ലാവരും തന്നെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ഇന്നലെ ശബരിനാഥ് ഈ സുഗതന്റെ കൗൺസിലർ സ്ഥാനവുമായി ബന്ധപ്പെട്ട് ചില വെല്ലുവിളികൾ നടത്തിയിരുന്നു. ഇതടക്കം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ചയാവുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് BJPയുടെ തിരുവനന്തപുരം സിറ്റി ജില്ലാ അധ്യക്ഷനായ കരമന ജയൻ. ഇത് അതിരുവിട്ട് പോയി വലിയ സംഘർഷാത്മകമായിട്ടുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളത് UDFൻ്റെയും LDFൻ്റെയും നയമാണ്. ഈ നഗരസഭ അധികാരം ഏറ്റെടുത്ത അന്നു മുതൽ നഗരസഭാ ഭരണത്തെ സ്തംഭിപ്പിക്കുക, അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക, ഭരണസ്തംഭനമാണ് എന്ന് പ്രതീതി വരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി LDF പ്രവർത്തിച്ചു തുടങ്ങി. അതിൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് UDF പ്രവർത്തിച്ചു തുടങ്ങി. അതിൻ്റെ ഏറ്റവും വലിയ ഒരു സാഹചര്യമായിരുന്നു ഇന്നലെ സംഭവിച്ചത്. ഈ സുഗതനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പുറത്തു വരാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ സുഗതൻ പുറത്തുവില്ല എന്നാണ് ശബരിനാഥൻ പറഞ്ഞു വയ്ക്കുന്നത്. അത് ശബരിനാഥൻ്റെ മനസ്സിൽ വെച്ചാൽ മതി. കാരണം ഇവിടെ നിയമ സംവിധാനങ്ങളൊന്നും ശബരിനാഥൻ്റെ കൈവിളയിലല്ലല്ലോ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശബരിനാഥൻ്റെ ആ ആക്രോശം ഒരു ഭരണമിരിക്കുന്നതിൻ്റെ അഹങ്കാരമാണ്. സംസ്ഥാന ഭരണ സംവിധാനം ഉപയോഗിച്ച് സുഗതനെ അകത്തിടാമെന്നുള്ള ഒരു മിഥ്യാധാരണയാണ് ശബരിനാഥൻ്റെ ആ വാക്കുകളിലൂടെ വന്നത്. തീർച്ചയായിട്ടും അതിനെ ഞങ്ങൾ നിയമപരമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സുഗതൻ്റെ കാപ്പ നിലനിൽക്കുന്നതല്ല എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. നിയമം അറിയാവുന്നവർക്കെല്ലാം അറിയാം. അത് നിയമത്തെ വഴി പോട്ടെ. അതെന്തിനാ സുഗതൻ ഇത് വലിച്ചടയ്ക്കണേ? സുഗതൻ്റെ പ്രശ്നം വെച്ചുകൊണ്ട് ഇങ്ങനെ LDF UDF കളിക്കുന്ന രീതി ശരിയല്ല. ഇപ്പം സുഗതൻ്റെ പ്രശ്നമല്ലല്ലോ ഇപ്പം ഇവർ ഉയർത്തിയിട്ടുള്ളത്. ഇപ്പം അവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ LDF ഏറ്റവും വലിയ പ്രതിപക്ഷമാകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ശബരിനാഥന് സ്പേസ് കിട്ടണം. ശബരിനാഥന് സ്പേസ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു കളിയായിരുന്നു ഇന്നലത്തെ രാവിലത്തെ UDFൻ്റെ മാർച്ചും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കൗൺസിൽ ഹാളിലുണ്ടായ പ്രശ്നങ്ങൾ. അത് ശബരിനാഥന് ഒരു സ്പേസ് കിട്ടണം. ശബരിനാഥാണ് യഥാർത്ഥ പ്രതിപക്ഷ നേതാവെന്ന് വരുത്തി തീർക്കാനാണ് ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുവരും എന്നുള്ള ഒരു ഭീഷണി ഉണ്ടായത്. ആ ഭീഷണി അസ്ഥാനത്തായി. ഇപ്പോൾ LDFും UDF ഒന്നിക്കട്ടെ. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് LDFും UDFും ഒന്നിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോട്ടെ. ഒരു ഇന്ത്യ സഖ്യം തിരുവനന്തപുരത്ത് വരട്ടെ. ഞങ്ങൾ അതിനെയൊക്കെ നേരിടാൻ തയ്യാറാണ്. ഞങ്ങളുടെ ഒരു ചിന്തയും അത് തന്നെയാണ്. ഞങ്ങൾക്കിതെല്ലാം പ്രതീക്ഷിക്കുന്നത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഇന്ന് രാവിലെ ദീപക് പറഞ്ഞ അവിശ്വാസം LDF കൊണ്ടുവരുന്നു. മത്സരിച്ച് കൊണ്ടുവരട്ടെ. അവിശ്വാസ പ്രമേയം പാസ്സാക്കാൻ കഴിവുണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ എന്നതാണ് BJPയുടെ നയം. ഇന്നലെ ഒരു കലാപഭൂമിയാക്കാനുള്ള ശ്രമം തന്നെയാണ് നഗരസഭയിൽ നടന്നിരിക്കുന്നത്. ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ ആരായിരുന്നു എന്നുള്ള ചോദ്യമാണ്. ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ സംസ്ഥാന തലത്തിൽ തന്നെയാണ്. UDFൻ്റെയും LDFൻ്റെയും സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്നവർ നേതാക്കന്മാർ അവരുടെ ഒത്താശയോടുകൂടി തന്നെയാണ്. ഇവർക്ക് ആർക്കും സഹിക്കുന്നില്ല. കേരളത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരം നഗരം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDA ഭരിക്കുന്നത് അവർക്ക് അസഹനീയമാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 45 വർഷക്കാലത്തെ അഴിമതി ഭരണം, ആ അഴിമതി ഭരണത്തിൽ ഓരോ അഴിമതികളായിട്ട് മേയറുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് അസ്വസ്ഥരാകുകയാണ്. അതിൽ അസ്വസ്ഥരാകുന്ന CPMൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആ കോർപ്പറേഷൻ ഓഫീസിൻ്റെ മുമ്പിലിരിക്കുന്ന ധർണയ്ക്കും സമരത്തിനും നേതൃത്വം കൊടുക്കുമ്പോൾ
അവരുടെ മുഖത്ത് തന്നെ തെളിഞ്ഞു കാണാം, അവർ അസ്വസ്ഥരാണ്, എന്തിനെയൊക്കെയോ ഭയപ്പെടുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്കൊരു സംശയമുള്ളത്, ഇവിടെ ജനങ്ങൾക്കൊരു സംശയം, LDFിൻ്റെ അഴിമതിയിൽ UDF നേതാക്കന്മാർക്കും പങ്കുണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് UDF നേതാക്കന്മാർ ഇപ്പോൾ അതിന് അഴിമതി മറച്ചു വയ്ക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഭരണസമിതിക്കെതിരെ, നഗരസഭാ ഭരണസമിതിക്കെതിരെ കൊണ്ടുവന്നിട്ടുള്ള ഈ നീക്കങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് സംശയമുണ്ട്, UDFും LDFും കൂടി ചേർന്ന് തന്നെയാണ് തിരുവനന്തപുരം നഗരസഭയുടെ ഭരണത്തിന് അല്ലെങ്കിൽ അഴിമതിക്ക് ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്നലെ ഈ കൗൺസിലിൽ സംഘർഷമുണ്ടായപ്പോൾ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെമ്പഴന്തി ഉദയൻ ഈ UDF കൗൺസിലർമാരായ വനിതകളെ ഉൾപ്പെടെ ആക്രമിച്ചു, കയറിപ്പിടിച്ചു, അടിച്ചു എന്നുള്ള ആരോപണങ്ങളെല്ലാം ഇത് മീഡിയ എല്ലാം പ്രദർശിപ്പിക്കുന്നുണ്ടല്ലോ. ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ എന്തിനാണ് ശബരിനാഥൻ ഇത്രയും വെച്ച് പത്രക്കാരെ കാണിക്കേണ്ട കാര്യം എന്താ? അതിൽ സുഗതൻ ഒപ്പിട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്, ഇതിപ്പം ഈ അറ്റൻഡൻസ് രജിസ്റ്റർ വച്ച് മാത്രമല്ലല്ലോ, 3 സംവിധാനങ്ങളുണ്ടല്ലോ ഒരു കൗൺസിലിൽ കൗൺസിലർമാർ പങ്കെടുത്തോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഇത് വെറുതെ പ്രശ്നം ശബരിനാഥൻ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വിഷയം തന്നെയാണ്. ഈ ചൂടുവെള്ളം എടുത്ത് ആദ്യം ഒഴിച്ചത് ആരാണെന്ന് കൃത്യമായിട്ടും മീഡിയ ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ആക്രോശവുമായിട്ട് ശബരിനാഥൻ നേരത്തെ പ്ലാൻ ചെയ്ത് വന്നത് തന്നെയാണ്. അത് അസ്വസ്ഥത ഉണ്ടാക്കുക എന്ന ലക്ഷ്യമാണ്. അതോടൊപ്പം തന്നെ ഉടൻ അവിടെ എത്തുന്ന ആരാ? LDFിൻ്റെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി, അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആദ്യം അവിടെ ശബരിനാഥനെ സന്ദർശിക്കാനും UDFിൻ്റെ നേതാക്കന്മാരെ സന്ദർശിക്കാനൊക്കെ എത്തുന്നു. അപ്പോൾ ഇതൊരു നാടകമായിരുന്നു, ഒരു കൃത്യമായ തിരക്കഥയിട്ട് ഒരു നാടകമായിരുന്നു ഇന്നലെ നഗരസഭയിൽ അരങ്ങേറിയത്. അതിന് യാതൊരു സംശയവും വേണ്ട. LDF അവിശ്വാസം കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ളൊരു സൂചന മാത്രം നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ അവിശ്വാസം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കോൺഗ്രസും അതിനെ സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പോൾ BJP കൂടുതൽ വീണ്ടും പ്രതിസന്ധിയിലേക്ക് നീങ്ങുമോ എന്നുള്ള ചോദ്യം. ഒരു പ്രതിസന്ധിയിലേക്കും BJP നീങ്ങില്ല. ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ നഗരത്തിലെ ജനങ്ങൾ BJPക്ക് അനുകൂലമായി ജനവിധി ഉണ്ടായി. ആ ജനവിധി ബഹുമാനിച്ചുകൊണ്ട് പ്രതിപക്ഷം എന്ന നിലയിൽ UDF മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. അതോടൊപ്പം തന്നെ അവിശ്വാസം LDF കൊണ്ടുവന്നാലും UDF കൊണ്ടുവന്നാലും അവിശ്വാസ പ്രമേയം പാസ്സാക്കാൻ ഇവർക്ക് കഴിയില്ല. ഞാൻ വെല്ലുവിളിക്കുകയാണ്, BJPയുടെ ജില്ലാ കമ്മിറ്റി അധ്യക്ഷൻ എന്ന നിലയിൽ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ അവിശ്വാസം കൊണ്ടുപോവാ, ഞങ്ങൾക്ക് അത് പരാജയപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. നിങ്ങൾക്ക് അവിശ്വാസ പ്രമേയം പാസ്സാക്കാൻ കഴിയില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കോർപ്പറേഷൻ്റെ ഓഫീസിന് മുന്നിൽ CPMൻ്റെ നേതാക്കന്മാർ കൂടുതൽ കെട്ടി കിടക്കുകയാണ്. ഇവരൊരു കാര്യം ചെയ്യട്ടെ, ഇവർ രാത്രിയും വീട്ടിൽ പോകണ്ട. കോർപ്പറേഷൻ്റെ ഓഫീസിൻ്റെ മുമ്പിൽ തന്നെ ബഹുമാനപ്പെട്ട മുൻ മന്ത്രിമാരും മുൻ മേയർമാരും മുൻ MLAമാരും ഒരുമിച്ചങ്ങ് താമസിക്കട്ടെ. ഇവർ 5 വർഷവും അവിടെ താമസിക്കട്ടെ. അതിനെ അവർക്ക് കഴിയൂ. കാരണം താമസിച്ച് അവർ ദിവസവും അവിടെ തന്നെ ഭക്ഷണം കഴിച്ച് താമസിച്ച് അവർ സമരം ചെയ്യട്ടെ. 5 വർഷവും ഈ ഭരണം തടസ്സമില്ലാതെ തന്നെ മുമ്പോട്ട് പോകും. തിരുവനന്തപുരം വികസിക്കും. വികസിത തിരുവനന്തപുരം എന്നുള്ള ഒരു BJPയുടെ സന്ദേശം ജനങ്ങളിലെത്തിക്കും. തിരുവനന്തപുരം ഈ രാജ്യത്തിലെ ഏറ്റവും നല്ല നഗരമാക്കി മാറ്റും. ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കും. 45 വർഷത്തെ ഓരോ അഴിമതികളും പുറത്തു കൊണ്ടുവരും. അഴിമതിക്ക് നേതൃത്വം കൊടുത്തവരെല്ലാം നിയമവിധേയമായിട്ട് ശിക്ഷിക്കപ്പെടും. അതുവരെ BJPക്ക് വിശ്രമമില്ല. ഈ ഭരണസമിതി ശക്തമായി തന്നെ മുന്നോട്ട് പോകും. അതിനുള്ള എല്ലാ പിന്തുണയും BJPയുടെ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. എന്തായാലും ഇന്നലെ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ നടന്ന സംഘർഷത്തിന് പിന്നിൽ കൃത്യമായുള്ള ആസൂത്രണം CPMും UDFും നടത്തിയിട്ടുണ്ട് എന്നാണ് BJP ജില്ലാ നേതൃത്വം വിലയിരുത്തുന്നത്. ക്യാമറമാൻ ആഷിഖിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.